പകുതി വില തട്ടിപ്പിൽ പാലക്കാട് മുണ്ടൂരിൽ പ്രതിഷേധം. നാഷണൽ യുവ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുമ്പിലാണ് പ്രതിഷേധം. ബി.ജെ.പി. നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് നാഷണൽ യുവ കോർപ്പറേറ്റീവ് സൊസൈറ്റി. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, അവിടെ എത്ര പേരാണ് പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ സാധാരണക്കാർ അവരുടെ കയ്യിലുള്ളതൊക്കെ ഇത്തരത്തിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ആ തുക മടക്കി കിട്ടുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പും ഈ ഘട്ടത്തിൽ ഇല്ല. അത് തന്നെയാണ് ഈ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെക്കുന്നതുമല്ലേ? തീർച്ചയായും ലക്ഷ്മി, ഇപ്പോൾ ഈ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനു മുമ്പിൽ പോലീസ് വലിയ തോതിലുള്ള പ്രതിഷേധം, 50ഓളം സ്ത്രീകൾ ഇതിനു മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഭാരവാഹികളുമായി ഓഫീസിനകത്ത് 3 സ്ത്രീകൾ അവർ സംസാരിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇവിടുത്തെ മുണ്ടൂർ സീഡിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. ഇതിന്റെ ഭാരവാഹികൾ തന്നെയാണ് സീഡിന്റെയും ഭാരവാഹികളായി മാറിയിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഈ തട്ടിപ്പിനിരയായ ആളുകൾ ഇവിടെ വന്ന് പ്രതിഷേധം നടത്തുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ഇത് ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. നമുക്ക് ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൽ ഇവർക്ക് എന്താ റോൾ? എന്താണ് ഇപ്പോൾ 2 വീലർ 50% ഡിസ്കൗണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ഒരിക്കലും സീഡ് സൊസൈറ്റി എന്നുള്ള പേരിലല്ല ഇങ്ങോട്ട് വന്നത്. നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പേരിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ പറയുന്നു സീഡ് സൊസൈറ്റിന്റെ ഒരു അക്കൗണ്ട് മാത്രമാണ് ഇവിടെയുള്ളൂ, ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവരൊരു സ്പേസ് ഇങ്ങനെ ഒരിക്കലും നാളെ വേറെ വല്ലവരും വന്നിട്ട് ഇവരൊരു സ്പേസ് ഒരുക്കി തരണം പറഞ്ഞാൽ ഇവരത് ചെയ്യുമോ? ഞങ്ങൾക്ക് അത് അറിഞ്ഞാൽ മതി. ന്യായമായിട്ട് ഇവിടെ പൈസ ഒരുപാട് ഒരു 280 പേരോളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഇത്രയും 2 കോടിയോളം രൂപ ഇവർ സമാഹരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ കമ്പ്യൂട്ടർ നൽകാമെന്ന് പറഞ്ഞു, ഈ ഒരു ഘട്ടം പോലും കഴിയാതെ കമ്പ്യൂട്ടർ നൽകാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്കാരിന്റെ കൊണ്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടിയാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ വാങ്ങിച്ചിരിക്കുന്നതെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ ഈ സ്ഥാപനത്തെ കണ്ടിട്ടാണ്? സ്ഥാപനത്തിനെ കണ്ടിട്ട് തന്നെയാണ്, സീഡ് സൊസൈറ്റിനെ കണ്ടിട്ടല്ല, സ്ഥാപനത്തിനെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നിരിക്കുന്നത്. എത്ര കാലം മുമ്പ് ഇതിനകത്ത് പണം? ഒരു 4 മന്ത്സ്, ഏകദേശം 3-4 months ആയി. ഇവരെന്താ പറയുന്നത്? ഇവര് ഞങ്ങളും അതുമായിട്ട് യാതൊരു ബന്ധമില്ല, അത് വേറെയാണ്, അതിന്റെ ഓഫീസ് അവിടെയാണ്, നിങ്ങൾ അവിടെ പോയിട്ടാണ് ചോദിക്കേണ്ടത്. വേറെ ഒരു അക്കൗണ്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാമുള്ള മുട്ടാപ്പൊക്കെ ന്യായങ്ങളാണ് പറയുന്നത്. നേരത്തെ തന്നെ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞിരുന്നു മാർച്ച് 15 to 30-നുള്ളിൽ ഞങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം, ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്, എവിടെയും പോകുന്നില്ലെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പൊ പറയുന്നു അത് ഇവിടുത്തെ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ്. സാധാരണക്കാരുടെ പ്രതിഷേധമാണ് അവിടെ കാണുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേർന്നത്.